നിങ്ങൾ ചെന്നു. ദേവിക എന്താ ഇവിടെ? ഞാൻ അച്ഛന് മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. അച്ഛന്റെ മരുന്നോ? ആ, അതിന് അച്ഛൻ മരിച്ചില്ലേ? ഓ, ഭർത്താവിന്റെ അച്ഛൻ ആക്സിഡന്റ് ആയിരുന്നു. അതും കേട്ടു. കേരളത്തിന് പുറത്തായിരുന്നെങ്കിലും വിവരങ്ങളൊക്കെ അപ്പ അറിയുന്നുണ്ടായിരുന്നു ഞാൻ. ആ പ്രിയേ, ഇത് മാലിന്യ ചേച്ചി, എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോളാ. ഡോക്ടറാ. ഇപ്പൊ ഇവിടെയാ? അതെ. അല്ല, വന്നിട്ടെന്താ വിളിക്കാതിരുന്നേ? വിളിച്ചില്ല. കല്യാണം ഇല്ല. ഞാനിപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാ. അല്ലെങ്കിലും ആരാ ഒറ്റയ്ക്കല്ലാത്തത്? ദേവിക ഒറ്റയ്ക്കല്ലേ? പലരും ഒറ്റയ്ക്കാ. അതാ സുഖം. നോ റിലേഷൻസ്, നോ അറ്റാച്ച്മെന്റ്സ്. സുഖം. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. ചേച്ചി വരണം. വരാം. ഇന്ന് തന്നെ വരണം. ഇപ്പൊ ഞാനിവിടെ തിരക്കില്ല. ഞാൻ വെയിറ്റ് ചെയ്തോളാം. എത്ര കാലം കൂടിയാ കാണുന്നത്? എന്റെ കല്യാണത്തിന് പോലും ചേച്ചി വന്നില്ല. ഇന്ന് ചേച്ചിയും കൂട്ടിയേ ഞാൻ പോവും. ദേവികേ, ഒന്നും പറയണ്ട. ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനിവിടെ ഉണ്ടാവും. ശരി, നിന്റെ ഇഷ്ടം പോലെ. പാവം, പഠിക്കുമ്പോ ആരോ ഒരാളായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അയാള് ചേച്ചിയെ വേണ്ടെന്ന് വെച്ച് വേറെ ആരെയോ കെട്ടി. എന്ത് സ്മാർട്ടായിരുന്നറിയോ ചേച്ചി? ഞങ്ങളുടെ ലീഡർ ആയിരുന്നു മാലിന്യ ചേച്ചി. ഇപ്പോഴും സ്മാർട്ട്നെസ്സിനൊന്നും കുറവില്ല. ചേച്ചിയെ കണ്ടത് ഭാഗ്യായി. ഇനിയിപ്പൊ കൺസൾട്ട് ചെയ്യാൻ അടുത്തൊരാളായല്ലോ. എന്നാ നീ പോയി മരുന്ന് വാങ്ങിട്ട് വാ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. എങ്ങനെയുണ്ടായിരുന്നു PTA മീറ്റിംഗ്? എനിക്കെങ്ങനെ അറിയാം? അപ്പൊ നീ സ്കൂളിലേക്കല്ലേ പോയത്? ഞാൻ എവിടെ പോയ ഡാഡിക്ക് എന്താ? നീ എന്തിനാ മോളെ ദേഷ്യപ്പെടുന്നേ? ഏട്ടൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ. എന്നെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് തന്നെയാ നിരഞ്ജനും പറയുന്നത്. അദ്ദേഹത്തെ പോലെ ആണോ ഞാൻ? ആണായാലും എന്തോ ആവാലോ. പെണ്ണിനത് പറ്റില്ലല്ലോ. ഇന്ന് വെച്ച് എന്നെ തോൽപ്പിക്കാന്ന് ഒരാളും വിചാരിക്കണ്ട. എനിക്കറിയാം എങ്ങനെ പ്രതികരിക്കണമെന്ന്. ഞാനത് ചെയ്യും. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? സ്കൂളില് തനിച്ചു പോവേണ്ടി വന്നതിന്റെ ദേഷ്യാണോ മോള് തീർക്കുന്നേ? എനിക്ക് ദേഷ്യമുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ദേഷ്യപ്പെടാനുള്ള അവകാശമൊന്നും എനിക്കില്ലല്ലോ. ഞാനൊന്നും ചോദിക്കാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. എല്ലാം ഒറ്റയ്ക്ക് സഹിക്കണം. ഞാനൊരു ഭാര്യയല്ലേ, അമ്മയല്ലേ? അതെന്താ ആരും ഓർക്കാത്തത്? നീ പ്രശ്നം എന്താണെന്ന് പറ, നമുക്കത് പരിഹരിക്കാം. ഈ വീടിന്റെ കടത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോലും ഡാഡിക്ക് പറ്റുന്നില്ല. പിന്നെയാ എന്റെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു. ഒരു സത്യം ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി. നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഓരോ നിമിഷവും അതിങ്ങനെ നമ്മളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു പെണ്ണിന്റെ ഗതികേട് അത്, പെണ്ണിന്റെ മാത്രം ഗതികേട്. പോട്ടെ മോളെ, എല്ലാം ശരിയാവും. ഒന്നും ശരിയാവില്ല. എല്ലാം എനിക്ക് നഷ്ടപ്പെടാൻ പോവുക. ഞാൻ തനിച്ചാവാൻ പോവുക. ഇന്ന് കരുതി ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കൊന്നുമില്ല. ഞാൻ ആത്മാഭിമാനത്തോടെ തന്നെ ജീവിക്കും. എനിക്കെന്റെ മോളുണ്ട്. അവളാ ഇനി എന്റെ ലോകം. അവൾക്ക് വേണ്ടിയാ ഞാനിനി ജീവിക്കാൻ പോകുന്നത്. എനിക്കത് മതി. എനിക്കിനി അത് മാത്രം മതി.
എന്തായി വിഷ്ണുവിന്റെ ബെയില്? വാദം നാളെയും വെച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന് എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. ജാമ്യം കിട്ടാതിരിക്കോ? അതൊക്കെ കോടതിയല്ലേ തീരുമാനിക്കുന്നത്. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഡിവോഴ്സ് നടക്കില്ല. ഞാൻ എന്റെ പരമാവധി വാദിച്ചിട്ടുണ്ട്. നിനക്ക് സംശയമുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വക്കീലന്മാരോടൊന്ന് ചോദിച്ചു നോക്ക്. ഇതിൽ കൂടുതൽ ചെയ്യാൻ ഒരു വക്കീലിനും സാധിക്കില്ല. എനിക്ക് റിസൾട്ടാണ് പ്രധാനം. വിഷ്ണു പുറത്തിറങ്ങണം, അതിൽ മാറ്റമില്ല. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ ചേച്ചിയില്ലേ, അവർക്ക് മുഴുവട്ട. ഇവിടെ കിടക്കുന്നത് ഭയങ്കര റിസ്കാ. മട്ടുമൂത്ത് അവര് വീട്ടിന് തീയിടും. ചേച്ചിക്ക് വട്ടൊന്നുമില്ല, ഓർമ്മക്കുറവ് മാത്രമേ ഉള്ളൂ. അത് മതിയല്ലോ, എന്തിനാ അധികം? അനുഭവിക്കുന്നത് മുഴുവൻ ഞാനാ. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ചേച്ചിയെ നോക്കാൻ വേണ്ടി വന്ന ദേവികയെ വിലക്കിയതാരാ? എന്നിട്ടിപ്പോ കുറ്റം പറയുന്നോ? ഇത് കഷ്ടകാലം പിടിച്ച നേരത്താണോ എന്തോ എനിക്ക് അങ്ങനൊരു തീരുമാനം എടുക്കാൻ തോന്നിയത്. ആഹാ, അല്ലെങ്കിലേ എപ്പോഴും തെറ്റ് നിന്റെ സൈഡിൽ തന്നെയാ.